കോവിഡിൻ്റെ സമയം ഓർത്ത് നോക്കുക. കോവിഡ് കാലത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? കോവിഡ് കാലത്ത് ഗംഗയുടെയും യമുനയുടെയും തീരത്ത് അതിൻ്റെ മണൽപ്പരപ്പുകളിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു പൊട്ടുകൾ പോലുള്ള എന്താണ് ഈ പറയുന്ന മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടതാണ്. കൊച്ചു കൊച്ചു പൊട്ടുകൾ നമ്മൾ ഏരിയൽ വിഷയിൽ നോക്കിയാൽ എന്താ കാണുക? മൊസൈക്ക് പോലെ ഒരു നിർണിതമായ അകലത്തിൽ ശവകുടീരങ്ങൾ മണൽക്കൂനുള്ള ആൾ മറവ് ചെയ്യുന്ന സീൻ നമ്മൾ കണ്ടാണ്. ഗംഗയിലും യമുനയിലും മൃതദേഹങ്ങൾ ഒഴി നടക്കുന്നത് കണ്ടാണ്. സംസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ പുഴയിലേക്ക് മൃതദേഹങ്ങൾ വലിച്ചെറിയുന്ന സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ ലഭിക്കാത്ത ആളുകൾ പിടഞ്ഞു വരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഭരണകൂടത്തിന് എന്തെങ്കിലും ഇലക്ട്രൽ സെറ്റ് ബാക്ക് ഉണ്ടായോ? ഇല്ലല്ലോ. പിന്നീടും യോഗി ആദിത്യനാഥ് വൻ ഭൂരിപക്ഷത്തോടെ അവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആഖ്യാനം സൃഷ്ടിക്കുക, നറേറ്റീവ് മാറ്റുക എന്നുള്ളത് ഈ ഭരണകൂടത്തെ, പ്രത്യേകിച്ചും BJP ഭരണകൂടത്തെ, അത് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകളത് അങ്ങ് വിശ്വസിച്ചോളും. പക്ഷേ ഭരണകൂടം എന്ന് പറയുന്നത് അതിൻ്റെ പൗരന്മാരുടെ എത്രമാത്രം എമ്പതറ്റിക്കാണ് എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതിപ്പോൾ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഭരണകൂടം എന്ന് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിക്കണമെന്നില്ല. അത് പ്രത്യേകിച്ചും മനുഷ്യരോടുള്ള വ്യവഹാരത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ ചിന്തിക്കും പോലെ ചിന്തിക്കില്ല. അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ എമ്പതിക്കൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ സ്വന്തം അഭിമാനമായി ഉയർത്തുന്ന ഒരു പദ്ധതി, ഒരു പരിപാടി, കുംഭമേള എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് അവർ ഞങ്ങളുടെ പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മൊത്തം പൗരന്മാർക്കും വെൽഫെയർ സ്കീമൊന്നുമല്ല. ഇതൊരു റിലീജിയസ് പരിപാടിയെ സർക്കാർ ഏറ്റെടുത്ത് ഇത് ഞങ്ങളുടെ അഭിമാന പദ്ധതിയാണെന്ന് പറഞ്ഞ് നടപ്പാക്കുകയാണ്. അവിടെ മുമ്പും കുംഭമേള നടന്നിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പ്, യോഗി ആദിത്യനാഥ് ജനിക്കുന്നതിന് മുമ്പ് അവിടെ കുംഭമേളയുണ്ട്. പക്ഷേ കുംഭമേളയിൽ വരുന്നത് ദൈവഭക്തരായ മനുഷ്യരാണ്. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അവർ പിടഞ്ഞു മരിക്കുമ്പോൾ അതിനോടൊരു എമ്പതിയില്ല എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരു സന്യാസിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ്. അവിടെ നടക്കുന്ന റിലീജിയസ് ആയിട്ടുള്ളൊരു ചടങ്ങാണ്. അതിൽ മരിക്കുന്നത് ദൈവഭക്തരായ മനുഷ്യരാണ്. അക്കാര്യത്തിൽ കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ നുണ പറയുക, കണക്ക് മറച്ചു വയ്ക്കുക, കോവിഡ് വന്ന് മരിച്ചവരുടെ എണ്ണം പൂഴ്ത്തി വയ്ക്കുക, അതൊക്കെ നമുക്ക് അങ്ങ് മനസ്സിലാക്കാം. ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ മണ്ടന്മാരാണല്ലോ. ഇന്ത്യയിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുള്ള വാർത്തയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേരളത്തിലാണ്. എന്തുകൊണ്ടാണ്? കണക്ക് കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നതുകൊണ്ടാണ്. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും UP-യിലൊന്നും കണക്കേ ഇല്ല. ടെസ്റ്റ് നടത്തുകയും കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിലൊക്കെ അവർ കേരളത്തെ ഔട്ട് സ്മാർട്ട് ചെയ്തോട്ടെ, കണക്കൊക്കെ മറച്ചു വെച്ച് അവർ നല്ല കോവിഡൊന്നും ഇല്ലാത്ത സംസ്ഥാനം ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം അഭിമാനപൂർവ്വം അവർ അവതരിപ്പിക്കുന്ന ഒരു പദ്ധതി, അതൊരു റിലീജിയസ് ഫങ്ഷൻ, അതിൽ വരുന്ന ദൈവഭക്തരായ മനുഷ്യർ സ്റ്റംപേഡിൽ മരിച്ചു കഴിയുമ്പോൾ ആ മരണത്തിൻ്റെ കണക്ക് മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഭരണകൂടത്തെ അല്ല പറയുക, ഈ ഭരണാധികാരികളുടെ എമ്പതി എത്രയാണ്, ഭരണാധികാരികളുടെ ദൈവഭക്തി എത്രയാണ്, ഭരണാധികാരികൾക്ക് ഈ മതചടങ്ങിനോടുള്ള ആത്മാർത്ഥത എത്രയാണ്, ഭരണാധികാരികൾക്ക് അവർക്ക് വോട്ട് ചെയ്യുന്ന ഈ ഭക്തന്മാരായ മനുഷ്യരോടുള്ള എമ്പതി എത്രയാണ്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ സ്റ്റേറ്റ് ചെന്ന് കഴിയുമ്പോൾ UP എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ വേറെ പല വിഷയങ്ങളുണ്ടാകും. ആളുകൾ മരിക്കുന്നതൊന്നും അവർക്ക് അത്ര പ്രശ്നമായിരിക്കില്ല. അവർക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ചിന്തിക്കാത്ത. അവരെന്ത് ചിന്തിച്ചു തുടങ്ങുന്നു, അന്ന് ഈ ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും.